ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പ്രശസ്ത എഴുത്തുകാരനായ ചേതൻ ഭഗത്തിൻ്റെ 11 റൂൾസ് ഫോർ ലൈഫ് എന്നുള്ള ഒരു പുസ്തകത്തിൻ്റെ പറ്റിയാണ്. പുസ്തകത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ചേതൻ ഭഗത്തിനെ പറ്റി എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു നല്ലൊരു എഴുത്തുകാരനാണ്, നല്ലൊരു ഫിക്ഷൻ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോൺ ഫിക്ഷൻ പുസ്തകമാണ് 11 റൂൾസ് ഫോർ ലൈഫ് എന്നുള്ളത്. പക്ഷേ ഈ പുസ്തകം നോൺ ഫിക്ഷൻ ബുക്കാണെങ്കിൽ പോലും അദ്ദേഹം ആദ്യം തന്നെ ഒരു സ്റ്റോറിയോട് കൂടിയാണ്, അതായത് ഈ സ്റ്റോറി ഈ ഓരോ റൂൾസ് പറയുമ്പോഴും ഈ സ്റ്റോറിയും കൂടി ഈ കടന്നു പോകുന്നുണ്ട്. അവസാനത്തെ റൂൾസ് പറയുമ്പോഴാണ് ഈ സ്റ്റോറി എൻഡ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ ഈ പുസ്തകത്തിൻ്റെ ഈ ചാനലിലൂടെ ഉണ്ടാകും. അപ്പോൾ എല്ലാ ഭാഗങ്ങളും കേൾക്കണം, എങ്കിൽ മാത്രമേ ഇതിൻ്റെ ഫൈനൽ ക്ലൈമാക്സ് നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സമോട്ടോ ഡെലിവറി ഗൈ ആൻഡ് ഐ എന്നുള്ള കൺസെപ്റ്റാണ്. അതായത് ചേതൻ ഭഗത്ത് സൊമാറ്റോ വഴി ഭക്ഷണം ഓർഡർ ചെയ്യുന്നു. അതിന് വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലേറ്റായി, ഫുഡ് ഡെലിവറിക്ക് കുറച്ച് ലേറ്റായി. അപ്പോൾ ഡെലിവറി ബോയ് എത്തി. ഡെലിവറി ബോയ് സോറി പറയുന്നു, ഇത്രയും സമയം ലേറ്റ് ആയതിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നു. അപ്പോൾ ചേതൻ ഭഗത്ത് ചോദിക്കുന്നു, എന്താണ് പ്രശ്നം, നീ ലേറ്റ് ആവാൻ എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ബൈക്ക് പഞ്ചറായി പോയി എന്ന് പറയുന്നു. ഒരു ബൈക്ക് പഞ്ചറായി എന്ന് പറയുമ്പോൾ ചേതൻ ഭഗത്ത് തിരിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ ആപ്പിളിൽ നോക്കിയപ്പോൾ നിൻ്റെ വണ്ടി അവിടുന്ന് ഇവിടെ മൂവ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ബൈക്ക് പഞ്ചറായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പെട്രോൾ പമ്പിൽ ഇതിൻ്റെ റെഡിയാക്കാൻ വേണ്ടി ഞാൻ പോയതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചേതൻ ഭഗത്ത് ചോദിക്കുന്നു, ആപ്പിൽ നോക്കിയപ്പോൾ ആ വണ്ടി ഇവിടുന്ന് മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ആ വണ്ടി അവിടെ തന്നെയായിരുന്നു. പിന്നീട് ഞാൻ നിന്നെ വിളിക്കുകയും ചെയ്തു, മൊബൈലും ബിസി ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സോറി പറഞ്ഞു, ഡെലിവറി ബോയ് സോറി പറഞ്ഞിട്ട് പറഞ്ഞു, അങ്ങനെ ബാഡ് ഇതൊന്നും കൊടുക്കാൻ പാടില്ല, നല്ല ഇത് ചെയ്യണം, നന്നായി നല്ല ഫീഡ്ബാക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ചേതൻ ഭഗത്ത് അതൊക്കെ ഓക്കെ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, നീ ലേറ്റായോ ഒന്ന് വേറെ കാര്യം, ഭക്ഷണം കിട്ടിയല്ലോ എന്ന് പറഞ്ഞു. ചേതൻ ഭഗത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു എന്ന് വെച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് അറിയാം, ഈ ഡെലിവറി ബോയ്ക്ക് അറിയാം ഇദ്ദേഹം ഒരു പ്രശസ്തനായ എഴുത്തുകാരനായ ചേതൻ ഭഗത്താണെന്ന് അറിയാം. അപ്പോൾ പറഞ്ഞാൽ എനിക്ക് ദാഹിക്കുന്നുണ്ട്, ഗ്ലാസ് വെള്ളം കിട്ടിയാൽ. അപ്പോൾ ചേതൻ ഭഗത്തിൻ്റെ ഇത് കണ്ടപ്പോൾ ആർ യു ഓക്കെ, വെള്ളം കൊടുത്തതിന് ശേഷം ചോദിക്കുന്നു, നീ ഓക്കെ ആണോ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പുള്ളി പറയുന്നു, ഐ എം നോട്ട് ഓക്കെ എന്ന് പറയുന്നു. അപ്പോൾ ചോദിക്കുന്നു, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, സാറിനോട് എനിക്കൊരു സത്യം പറയണം, ഞാൻ വണ്ടി പഞ്ചറായിട്ടൊന്നുമല്ല ലേറ്റായത്. അപ്പോൾ ചേതൻ ഭഗത്തിന് അറിയാം ഇപ്പോൾ വണ്ടി പഞ്ചറായിട്ടൊന്നുമല്ല, കാരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മൂവ്മെൻ്റ് ഒന്നും എന്തായിട്ടില്ല, വണ്ടീൻ്റെ മൂവ്മെൻ്റ് ഒന്നും മാറിയിട്ടില്ല എന്നറിയാം. ചേതൻ ഭഗത്തിന് വളരെ ക്ലിയർ ആയിട്ട് അറിയാം വണ്ടീൻ്റെ മൂവ്മെൻ്റ് ഒന്നും മാറിയിട്ടില്ല, അതുകൊണ്ട് വണ്ടി പഞ്ചറൊന്നുമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്തോ ഒരു പ്രശ്നത്തിൽ പെട്ടത് കൊണ്ട് തന്നെയാണെന്ന് അറിയാം. അപ്പോൾ പിന്നീട് ഇവൻ പറയുന്നു, ഈ ഡെലിവറി ബോയ്ക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അത് എന്തായി, ബ്രേക്കപ്പായി. ആ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇദ്ദേഹം കുറേ സമയക്കാലം ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവളെ ലൈനിൽ കിട്ടാൻ വേണ്ടി കുറേ പ്രാവശ്യം വിളിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അവർ ഫോണൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ഇപ്പോഴാണ് ഒന്ന് ഫോൺ ട്രൈ ചെയ്തപ്പോഴാണ് അവൾ അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് കുറേ സമയം ഒന്ന് സംസാരിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ചേതൻ ഭഗത്ത് എന്താണ് ബ്രേക്കപ്പ് ആവാൻ കാരണം എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ഇവർ രണ്ടാളും ഒരേ ഗ്രാമത്തിലുള്ളവരായിരുന്നു. അപ്പോൾ മുംബൈയിൽ ജോലി അന്വേഷിച്ച് മുംബൈയിൽ വന്നു. അപ്പോൾ ഇവൻ പറയുന്നത്, ഞാൻ കരുതിയത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവൾ ബോംബെയിലേക്ക് വന്നത് എന്നുള്ളതാണ്. പിന്നീട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം അവൾ നല്ലൊരു ബാങ്ക് ഉദ്യോഗസ്ഥനെ പരിചയപ്പെട്ടു. അദ്ദേഹം നല്ല ഫിറ്റ്, നല്ല സ്ലിമ്മാണ്, നല്ല ബ്യൂട്ടിഫുള്ളായ ഒരു വ്യക്തിയാണ്, നല്ല ഉദ്യോഗവുമുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ പ്രേമിച്ചു. അപ്പോൾ ഇവൻ എന്ത് ചെയ്തു, ഇവൻ ഒഴിവാക്കി എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് ഡെലിവറി ബോയ് പറയുന്നത്, അവളെ പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ അങ്ങനെ ഒരു ഫിറ്റ് ബോഡിയൊന്നും അല്ല, പിന്നെ ഞാൻ PG കഴിഞ്ഞെങ്കിലും എനിക്ക് നല്ല ജോലിയൊന്നുമില്ല, ഞാനിങ്ങനെ ഒരു ഡെലിവറി ബോയാണ്. അപ്പോൾ അവൾ എന്ത് ചെയ്തു, അവളെ നല്ല ഭാവി നോക്കി എന്നുള്ളതാണ്. അപ്പോൾ ചേതൻ ഭഗത്ത് പറയുന്നു, കാരണം പുള്ളിക്ക് ഓൾറെഡി 2:30 3 o'clock ഒരു ഇതുണ്ട്, മീറ്റിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ചേതൻ ഭഗത്ത് പറഞ്ഞു, എനിക്ക് വേറെ ഏതെങ്കിലും ഡെലിവറി ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം, അല്ല എങ്കിൽ ഞാൻ നാളെ ഡെലിവറിക്ക് ഓർഡർ ചെയ്യാം, നീ തന്നെ അത് പിക്കപ്പ് എടുത്ത് 1 മണിക്ക് കൊണ്ടുതരണം, ഫുഡ് കൊണ്ടുതരണം, നമുക്ക് പിന്നീടുള്ള കാര്യങ്ങൾ അന്നേരം ഡിസ്കസ് ചെയ്യാം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു പുസ്തകം തുടങ്ങുന്നത്. ഈവൻ നോൺ ഫിക്ഷൻ ആണെങ്കിലും ഒരു ഫിക്ഷൻ്റെ ഒരിതോടെ, കാരണം ഈ ഓരോ റൂൾസ് പറയുമ്പോഴും ഈ കഥയും എന്താകുന്നുണ്ട്, സൈഡിലൂടെ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്.
അതിൽ ഈ 11 റൂൾസ് ഫോർ ലൈഫ് എന്നുള്ളതിൽ റൂൾസ് തുടങ്ങുന്നതിന് മുമ്പ് പ്രീ റൂൾസ് വാമപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സെഷനും കൂടി ഇതിലുണ്ട്. പ്രീ റൂൾസ് വാമപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ പറയുന്ന ഫസ്റ്റ് ഇത് നോ വൺ ഈസ് ഗോയിങ് ടു കം ഹെൽപ്പ് യു, നോ വൺ ഈസ് കമ്മിങ് ടു സേവ് യു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിൽ ബ്യൂട്ടിഫുള്ളായി പറയുന്നത് ലോകം എന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമ്മളെ നോക്കാൻ നമ്മളെ അച്ഛനമ്മമാരുണ്ട്. ഇനി നമ്മൾ സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ പിന്നെ നമ്മൾ നല്ല ഇപ്പം ഗ്രാമത്തിലൊക്കെ ആണെങ്കിൽ നല്ല നല്ല ടീച്ചേഴ്സുമാരുണ്ട്, നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ അവരൊക്കെ ഉണ്ട്. പക്ഷേ ജീവിതത്തിൻ്റെ റിയാലിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മൾ കുറച്ച് വലുതായി ജീവിതത്തിൻ്റെ റിയാലിറ്റി ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കണ്ട അത്ര സ്മൂത്തൊന്നുമല്ല വേൾഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്, അല്ലേ? അത് നമ്മളെ എക്സ്പീരിയൻസ് നമുക്കറിയാം. ചെറുപ്പത്തിൽ നമുക്ക് വളരെ ഒന്നും ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല അടിച്ചു പൊളിച്ച് ജീവിച്ചതാണ്. പിന്നീടാണ് നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത് 3 ടൈപ്പ് ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. ആദ്യത്തേത് ക്ലാസ് 1 ദി എലൈറ്റ് ഗ്രൂപ്പ്. എലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ബിസിനസ്സുകാർ, വലിയ പൊളിറ്റീഷ്യൻസ്, പിന്നെ അതേപോലെ തന്നെ വലിയ രാഷ്ട്രീയക്കാർ, അതേപോലെ തന്നെ വലിയ ഉന്നത ഉദ്യോഗസ്ഥന്മാർ, സിനിമാ താരങ്ങൾ, സ്പോർട്സ്, ഇവരൊക്കെയാണ് എലൈറ്റ് ഗ്രൂപ്പിലുള്ളത്. ഇവർക്ക് സൊസൈറ്റി എല്ലാം, കാരണം അവർക്ക് ജീവിതം എന്ന് പറയുന്നത് ബ്യൂട്ടിഫുള്ളാണ്. ഓക്കെ, കാരണം എല്ലാം വിചാരിക്കുന്നിടക്ക് നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് സൊസൈറ്റിയിൽ ഒരു 1% മാത്രമേ ഉള്ളൂ. പിന്നീടുള്ള ഗ്രൂപ്പാണ് എലൈറ്റ് സർവേഴ്സ് അല്ലെങ്കിൽ പ്രൊട്ടക്ടേഴ്സ് ആൻഡ് സ്ലേവ് മൈൻഡേഴ്സ്. ഇവർ മിക്കപ്പോഴും ഈ എലൈറ്റ് ഗ്രൂപ്പിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ, അങ്ങനെയുള്ള, അതായത് ഒരു മിഡിൽ നിന്ന് മുകളിലുള്ളവർ, ഇവരും സൊസൈറ്റിയിൽ ഒരു 9% മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് എലൈറ്റ് സർവേഴ്സ്. പിന്നീടുള്ളതാണ് 90% ഉള്ളവരാണ് ഡ്രോൺസ് അല്ലെങ്കിൽ വർക്കേഴ്സ് ആൻഡ് സ്ലേവ്സ് എന്നുള്ള തേർഡ്. ഇതിലാണ് സൊസൈറ്റിയിൽ 90% ഉള്ളതെന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ക്ലാസ് 3 എന്ന് വേണമെങ്കിൽ നമുക്ക് ക്ലാസ് 1 പോകേണ്ട ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകളുണ്ട്, പഴയതുപോലെയല്ല. കാരണം എന്താണ്, നമുക്കറിയാം ഇന്ന് AI അതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒരുപാട് ഇമ്പ്രൂവ് ആയതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഹാർഡ് വർക്ക് ചെയ്താലും അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ക്ലാസ് 3 ക്ലാസ് 1 പോകാൻ എളുപ്പത്തിൽ കഴിയും എന്ന് പറയുന്നു. ഇനി നമുക്ക് റൂൾസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. നമുക്കറിയാം ആക്റ്റും റൂളും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ആക്ട് ഇന്നതൊക്കെയാണെന്ന് പറയും, റൂൾസാണ് അതിൻ്റെ പ്രൊസീജിയർ, ഇതെങ്ങനെ ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം, അതായത് ഒരു സക്സസ്ഫുൾ ആകണമെങ്കിൽ, അതായത് പറയുന്നത് സീക്രട്സ് ടു ലെവൽ അപ്പ് എന്നുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ടാഗ് ലൈൻ തന്നെ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം പറയുന്ന റൂൾ എന്ന് പറയുന്നത് നെവർ ഇഗ്നോർ യുവർ ഫിറ്റ്നസ് എന്നുള്ളതാണ്. ഇതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.